പകരം തീരുവയിൽ അമേരിക്കയ്ക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ചൈന. അമേരിക്കയുടെ സുവർണ നാളുകളെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഏർപ്പെടുത്തിയ പകരം തീരുവ നയങ്ങൾ ഇപ്പോൾ ലോകത്താകമാനം വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചൈന കൂടി തിരിച്ചടിയുമായി രംഗത്തെത്തിയതോടെ ഒരു സാമ്പത്തിക മാന്ദ്യത്തെയാണോ നേരിടേണ്ടി വരിക എന്ന ആശങ്കയിലാണ് സാമ്പത്തിക വിദഗ്ധർ. ഏപ്രിൽ 10 മുതൽ US ഉൽപ്പന്നങ്ങളുടെ എല്ലാ ഇറക്കുമതിക്കും 34% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ചൈന വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ചൈനയുടെയും നടപടി. തീരുവ കൂടാതെ ചില കമ്പനികൾക്ക് ഇറക്കുമതിയിലും അമേരിക്കയിലേക്കുള്ള റെയർ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ചൈന തീരുമാനിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. നിലവിൽ അമേരിക്കയിലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയമായ ഏറ്റവും കുറഞ്ഞ 10% താരിഫ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ എല്ലാ ഇറക്കുമതികൾക്കും പകരം തീരുവയും നടപ്പിലാകും. രണ്ടാം ലോക മഹായുദ്ധാനന്തരം പരസ്പരം അംഗീകരിച്ച വ്യാപാര കരാറുകൾ എല്ലാം ലംഘിക്കുന്നതാണ് പുതിയ നീക്കങ്ങൾ. അതേസമയം ട്രംപിന്റെ നീക്കത്തോടെ അമേരിക്കൻ ഓഹരി വിപണികളെല്ലാം തകർച്ചയിലാണ്. ഏകദേശം $5 ലക്ഷം കോടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടത്. ഓഹരി വിപണി സുരക്ഷിതമായിരിക്കില്ല എന്ന പേടിയിലായിരുന്നു ഈ പിൻവലിക്കലുകൾ. ചൈനയുടെ തിരിച്ചടി കൂടി വരുന്നതോടെ കാര്യങ്ങൾ വീണ്ടും വഷളായേക്കും. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര ശത്രുതയിലെ നാടകീയമായ നീക്കങ്ങൾ ആഗോള വളർച്ചയ്ക്കുള്ള അപകടങ്ങളെക്കുറിച്ച് നിക്ഷേപകർക്കിടയിൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തെ US സെൻട്രൽ ബാങ്കിന്റെ ചെയർമാൻ ജെറോം പവൽ എതിർത്തതിനാൽ വ്യാപാര യുദ്ധം ഉയർന്ന പണപ്പെരുപ്പവും മന്ദഗതിയിലുള്ള വളർച്ചയ്ക്കും കാരണമാകാനുള്ള സാധ്യതയുമുണ്ട്. വർദ്ധിച്ചു വരുന്ന വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിലേക്കുള്ള അമേരിക്കൻ ഇറക്കുമതികൾക്ക് നേരത്തെ 20% തീരുവ നിലവിലുണ്ടായിരുന്നു. പിന്നാലെ 34% കൂടി വരുന്നതോടെ ആകെ തീരുവ 54% എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഭീമന്മാരായ JP മോർഗൻ ആഗോള മാന്ദ്യത്തിനുമുള്ള സാധ്യതകൾ 60% ഉയർന്നതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിന്റെ പുതിയ തീരുവകൾ നിലനിൽക്കുകയാണെങ്കിൽ US സമ്പദ് വ്യവസ്ഥ ഈ വർഷം മാന്ദ്യത്തിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണെന്ന് ബാർക്ലേസ്, ബോഫ ഗ്ലോബൽ റിസർച്ച്, ഡച്ച് ബാങ്ക്, RBC ക്യാപിറ്റൽ മാർക്കറ്റ്സ്, UBS ഗ്ലോബൽ വെൽത്ത് മാനേജ്മെന്റ് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വളർന്നു വരുന്ന ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ ആഗോള സംഭവ വികാസങ്ങളിൽ വളരെയധികം ആശങ്കാകുലരാണ്. 2024 കണക്കനുസരിച്ച് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $80 ബില്യൺ ആണ്. ഏകദേശം 10% വിഹിതമുള്ള ഫാർമ മേഖലയെ തൽക്കാലം പരസ്പര താരിഫുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ സങ്കീർണതകൾ ഉണ്ടാകും. ഇന്ത്യയുടെ GDP വളർച്ചയുടെ 0.1 മുതൽ 0.5% വരെ കുറയ്ക്കുമെന്നാണ് വിശകലന വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും കണക്കാക്കുന്നത്.